ചരിത്ര പ്രാധാന്യമുള്ള ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാൾ തീരരക്ഷസേനയ്ക്ക് കൈമാറാൻ നീക്കം. പൈതൃക ഇടമായ കെട്ടിടം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയെ കൊച്ചി മേയർ അറിയിച്ചിട്ടുണ്ട്. കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലം കൈമാറുന്നത് ബിനാലയെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ലോകപ്രസിദ്ധമായ കൊച്ചിയുടെ പൈതൃക ഇടം, ബിനാലയുടെ പ്രധാന വേദി, കൊച്ചിക്കാരുടെ എല്ലാമെല്ലാമായ ആസ്പിൻ വാളിന് മുമ്പിലാണ് ഞാനുള്ളത്. കൊച്ചി അഴിമുഖത്ത് നൂറ്റാണ്ടിലേറെ ചരിത്രം പേറുന്ന ആസ്പിൻ വാൾ കോസ്റ്റ് ഗാർഡിന് കൈമാറാനുള്ള നീക്കം നടക്കുകയാണ്. DLFും കോസ്റ്റ് ഗാർഡുമായുള്ള കരാർ ഒപ്പിട്ടുവെന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ ആധുനിക തുറമുഖവും റെയിൽവേയും വേണമെന്ന ബ്രിട്ടീഷ് അധികൃതരോട് ആവശ്യപ്പെട്ട ദീർഘദർശിയായ വ്യാപാരി ജോൺ ആസ്പിൻ വാളിന്റെ പേരിലുള്ളതാണ് കെട്ടിടം. 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ DLF കമ്പനിയുടെ കൈവശമാണ്. ബിനാലയുടെ വേദി എന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ സർക്കാർ കെട്ടിടം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. ആസ്പിൻ വാൾ കെട്ടിടം കൈമാറുന്നതുമായി സംബന്ധിച്ച് തീരസംരക്ഷണ സേനയും DLF കമ്പനിയും തമ്മിൽ കരാറിലായെന്നാണ് വിവരം. ആസ്പിൻ വാൾ കമ്പനിയുടെ സ്ഥലം വിൽക്കാനുള്ള എല്ലാ നീക്കവും കൊച്ചി കോർപ്പറേഷൻ ശക്തമായി എതിർക്കുമെന്ന് മേയർ അനിൽകുമാർ പറഞ്ഞു. ബിനാലെ ഫൗണ്ടേഷന്റെ പ്രധാന പ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഇവിടുത്തെ ചീഫായിട്ടുള്ള കോമറോഡ് രവിയുമായി സംസാരിച്ചു. ഞാൻ നഗരസഭയുടെ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. ആസ്പിൻ വാൾ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അത് കോസ്റ്റ് ഗാർഡിന്റെ കൈവശത്തിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും കോസ്റ്റ് ഗാർഡിനില്ല. ഈ ഒരു വിൽപ്പനയിൽ നിന്നും പിന്മാറണം എന്നാണ് നഗരത്തിന്റെ ആവശ്യം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കരാറാണ് ഒപ്പിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. അതായത് ഇങ്ങനൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ മാതൃകയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കമ്പനിക്ക് വേണ്ടി പണിത കയർ കമ്പനിയായിരുന്നു കെട്ടിടം. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കമ്പനി തിരുവിതാംകൂർ രാജകുടുംബം വാങ്ങി. പിന്നീട് DLF കമ്പനിക്ക് കൈമാറി. ബിനാലയുടെ മുഖ്യവേദിയായ ആസ്പിൻ വാൾ കൈമാറുന്നത് ബിനാലയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇത് കൈമാറലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ചോളം വളരെ നഷ്ടമാണ്. വളരെ പൈതൃകം ചെന്ന കെട്ടിടവും മാത്രമല്ല പല ബിനാല പോലുള്ള പരിപാടികളെല്ലാം ഇവിടെ കഴിച്ചുകൂടും. ആസ്പിനോളൊരു ഹൃദയഭാഗമാണ് ഫോർട്ട് കൊച്ചിയുടെ. അത് എത്രയും പെട്ടെന്ന് കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ MLA ഇടപെട്ടുകൊണ്ട് അത് കൊച്ചിക്കാർക്ക് തന്നെ നൽകണമെന്നാണ് കൊച്ചിക്കാരായ എൻ്റെ അഭ്യർത്ഥന. ഞാനിവിടെ പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പോകാൻ പാടില്ല. സർക്കാർ ഏറ്റെടുക്കണം. തീരരക്ഷാ സേനക്ക് പോകാൻ പാടില്ല. അവരപ്പുറമൊക്കെ എടുത്തിട്ടുണ്ട്. തീരരക്ഷാ സേനയ്ക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കണം. എന്നാൽ അതിനായി കൊച്ചിയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായ ആസ്പിൻ വാൾ പോലെയുള്ളവ നഷ്ടപ്പെടുത്താൻ പാടില്ല. കൊച്ചിയുടെ പൈതൃക ഇടമായ ആസ്പിൻ വാൾ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.